ഹുറൂഫുൽ മുഖത്തആത്തിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഏത്? എത്ര തവണ? ഹാമീം 7 തവണ. സൂറത്ത് 40 മുതൽ 46 വരെ. ഹുറൂഫുൽ മുഖത്തആത്ത് 2 കൂട്ടങ്ങളായി വന്നത് ഏത് സൂറത്തിൽ? അക്ഷരങ്ങൾ ഏവ? സൂറ അശ്-ശൂറ, ഹാമീം, ഐൻ, സീൻ, ഖാഫ്. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആനിലെ 2 ആയത്തുകൾ. സൂറ ആൽ-ഇമ്രാൻ 154, സൂറ ഫത്ഹ് 29. ഖുർആനിൽ പറഞ്ഞ മക്കയുടെ മറ്റു പേരുകൾ. ബക്ക, ഉമ്മുൽ ഖുറ, ബലദുൽ അമീൻ. ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? 29. ആകെ എത്ര അക്ഷരങ്ങൾ മുഖത്തആത്ത് ആയി വന്നിട്ടുണ്ട്? 14 അക്ഷരങ്ങൾ. ഹുറൂഫുൽ മുഖത്തആത്തിൽ ഒറ്റ അക്ഷരമായി വന്നിട്ടുള്ളത് ഏതെല്ലാം? സ്വാദ്, ഖാഫ്, നൂൻ. ഹുറൂഫുൽ മുഖത്തആത്തിൽ സൂറത്തിൻ്റെ പേരായി വന്നിട്ടുള്ളവ ഏതെല്ലാം? സ്വാദ്, ഖാഫ്. ഹുറൂഫുൽ മുഖത്തആത്ത് ആയി കൂടിയത് എത്ര അക്ഷരങ്ങളാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്? ഏവ? ഏത് സൂറത്തിൽ? 5 അക്ഷരങ്ങൾ. കാഫ്, ഹ, യ, ഐൻ, സ്വാദ്. സൂറത്ത് മറിയം. ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേര്? തർത്തീൽ. ചില ആയത്തുകൾ പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദിന് പറയുന്ന പേര്? സുജൂദു തിലാവാത്ത്. സുജൂദു തിലാവാത്തിൻ്റെ ആയത്തുകൾ എത്ര? 15. സുജൂദു തിലാവത്തിൻ്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിൽ? സൂറ അൻ-നജ്മ്. സുജൂദു തിലാവത്തിൻ്റെ ആയത്തുകൾ 2 എണ്ണമുള്ള സൂറത്ത്? അൽ ഹജ്ജ്. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അലിഫ് ലാം മീം പോലുള്ള കേവലാക്ഷരങ്ങൾക്ക് പറയുന്ന പേര്? ഹുറൂഫുൽ മുഖത്തആത്ത്. 1000 ആയത്തുകളേക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെപ്പറ്റി? മുസബ്ബിഹാത്തുകളെപ്പറ്റി. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് അല്ലാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുന്നത് ഏത് സൂറത്തിൽ? എത്രാമത്തെ ആയത്തിൽ? സൂറ അൻ-നഹ്ൽ ആയത്ത് 98. ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും ഏത് സൂറത്തിൽ? എത്രാമത്തെ ആയത്തിൽ? സൂറത്ത് മാഇദ ആയത്ത് 3. ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര്? തജ്വീദ്. ഷിർക്കിൽ നിന്ന് അകറ്റുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൽ കാഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോൾ? സൂറ അൻ-നജ്മ്. തസ്ബീഹ് കൊണ്ട്, അതായത് സബ്ബഹ യുസബ്ബിഹു പോലെ തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേര്? മുസബ്ബിഹാത്ത്. മുസബ്ബിഹാത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര? ഏതെല്ലാം? 7 സൂറത്തുകൾ. സൂറത്തുൽ ഇസ്രാ, ഹദീദ്, ഹശർ, സൊഫ്, ജുമുഅ, താബുൻ,
ആല. ദാരിദ്ര്യത്തെ തടയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത്. സൂറ അൽ വാഖിയ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. സൂറ അൽ അൻആം. സൂറ ആഫിറിൻ്റെ മറ്റൊരു പേര് സൂറ മുഅ്മിനൂൻ. സൂറ ഫുസ്സിലത്തിൻ്റെ മറ്റൊരു പേര് സൂറ ഹാമീം സജ്ദ. സൂറത്തുൽ ഇൻസാനിൻ്റെ മറ്റൊരു പേര് സൂറ അദ്ദഹർ. സൂറത്തുൽ ഇസ്രാഇൻ്റെ മറ്റൊരു പേര് സൂറ ബനു ഇസ്രായേൽ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര് സൂറ അത്തൗഹീദ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അതിൻ്റെ ആൾക്കുവേണ്ടി ശുപാർശ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക്. വെള്ളിയാഴ്ച ഫജർ നമസ്കാരത്തിന് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതെല്ലാം? സൂറത്ത് സജ്ദ, സൂറത്ത് അൽ ഇൻസാൻ. വിത്ർ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതെല്ലാം? സൂറത്ത് അൽ ആല, കാഫിറൂൻ, ഇഖ്ലാസ്. സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സൂറത്ത്. സൂറത്ത് അന്നൂർ. ഏത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങൾ കേട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? സൂറത്ത് ത്വാഹ. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സൂറ അൽ ഫത്ഹ്. ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ. സൂറ അൽ ഹജ്ജ്, സജദ, ജുമുഅ. ഏത് സൂറത്തിനെ കുറിച്ചാണ് അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സൂറ അൽ ബഖറ. ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൽ മുൽക്ക്.